കെ മാണിയുടെ പ്രിയപുത്രൻ ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ ഒരു സീറ്റില്ലാത്ത അവസ്ഥയാണിപ്പോൾ. കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമായി 29.17% വോട്ട്, ചരിത്രത്തിലെ ഏറ്റവും അധികം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്. LDF ലേബലിൽ പാലായിൽ ഒരിക്കൽ കൂടി മത്സരിച്ച് ജയിക്കാൻ ജോസ് കെ മാണിക്ക് ആവുമോ? അതൊരു വലിയ ചോദ്യമാണ്. NDA പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അധികാരമില്ലാതെ കേരള കോൺഗ്രസുകൾക്ക് അധികം കാലം നിൽക്കാനാവില്ല. അത് കോൺഗ്രസുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാറുണ്ട്. കെ മാണിയുടെ പ്രിയപുത്രൻ ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ ഒരു സീറ്റില്ലാത്ത അവസ്ഥയാണിപ്പോൾ. അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. പാലായിൽ തന്റെ പിതാവിന്റെ തട്ടകത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടത്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിച്ച് ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പക്ഷേ പാലായിൽ കെ എം മാണിയുടെ മകന് പാലാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. രാജ്യസഭയിലേക്ക് അദ്ദേഹം അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടു. LDF കെയർ ഓഫിൽ ആ കാലാവധി അവസാനിക്കുന്നു. നിയമസഭയിലേക്ക് തനിക്കൊരു അംഗത്തിന് അവസരമുണ്ടാകണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും LDF സീറ്റ് കൊടുക്കും, സംശയമൊന്നുമില്ല. പക്ഷേ LDF ലേബലിൽ പാലായിൽ ഒരിക്കൽ കൂടി മത്സരിച്ച് ജയിക്കാൻ ജോസ് കെ മാണിക്ക് ആവുമോ? അതൊരു വലിയ ചോദ്യമാണ്. എന്നാൽ UDFലാണ് ജോസ് കെ മാണി എങ്കിൽ കൃത്യമായി പാലാ സീറ്റ് ജയിച്ചു വരാം. പക്ഷെ അവിടെ UDFന്റെ വിജയിയായ പാലയിലെ വിജയ് മാറിക്കൊടുക്കാൻ സന്നദ്ധമാകുമോ എന്നത്. മാണി സി കാപ്പൻ എന്ന MLA മാറിക്കൊടുക്കാൻ തയ്യാറാവില്ല എന്ന് കട്ടക്കൊക്കെ പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ കടുത്തുരുത്തിയാണ് പിന്നീട് സ്വാധീനമുള്ള വലിയ കൃത്യമായി ജയിച്ചു വരാൻ കഴിയുന്ന കേരള കോൺഗ്രസുകൾക്ക് ജയിക്കാൻ കഴിയുന്ന അവിടെ മോൻസ് ജോസഫ് ഒരു കാരണവശാലും കേരള കോൺഗ്രസ് ജോസഫിൽ നിന്നും നിൽക്കുന്ന മോൻസ് ജോസഫ് പിന്മാറാൻ ഒരു കാരണവശാലും സാധ്യതയില്ല. അതുമാത്രമല്ല, ഈ വിവരം, ഈ വാർത്ത കെ മാണിയുടെ മകൻ ഒരിക്കലും അപേക്ഷയുമായി UDFിലേക്ക് പോയി എന്നാരും പറയുന്നില്ല. UDFന്റെ മുന്നണി കൺവീനറും ഒക്കെ ഒരു ക്ഷണം നടത്തി. ആർക്കും വരാം, കേരള കോൺഗ്രസ് മാണി ബുദ്ധിമുട്ടി അവിടെ നിൽക്കേണ്ടതില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് സംഭവിച്ചത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ജയിച്ചു വന്നിരുന്നു, LDF ജയിച്ചു വന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്തിന് അധ്യക്ഷ സ്ഥാനം ലഭിക്കുമായിരുന്നു. പാലാ നഗരസഭ പോലും അവരുടെ കൈപ്പിടിയിലല്ല. ഇപ്പോൾ ഇതാ സ്വതന്ത്ര അംഗങ്ങൾ, ബിനു പുളിക്കക്കണ്ടം, അദ്ദേഹത്തിന്റെ ബ്രദർ, അദ്ദേഹത്തിന്റെ മകൾ, ഈ 3 പേരും ചേർന്ന് തീരുമാനിക്കും ആരാകണം ഭരണത്തിലെന്ന്. അവർ തന്നെ ആകാനാണ് സാധ്യത. UDFന് പിന്തുണ ലഭിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പാലാ നഗരസഭ പോലും കേരള കോൺഗ്രസ് മാണിക്ക് നഷ്ടപ്പെടുന്ന അന്തരീക്ഷത്തിൽ UDF പ്രവേശം സ്വാഭാവികമായി UDF അനുകൂല ഒരു തരംഗമുണ്ടാകാൻ കോട്ടയം ജില്ലയിലെങ്കിലും സാധ്യതയുണ്ട്. അതിൻ്റെ തേരിലേറി കുറേ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 5 സീറ്റുകളാണ് ജയിച്ചു വന്നിട്ടുള്ളത്. 12 സീറ്റിൽ മത്സരിച്ച് 5 സീറ്റിലാണ് LDFന് വേണ്ടി മാണി വിഭാഗം ജയിച്ചു വന്നത്. ഒരുപക്ഷെ UDFുമായി വിലപേശി ഏതാനും സീറ്റുകൾ, 12 സീറ്റൊന്നും ലഭിക്കില്ലായിരിക്കും, 6-7 സീറ്റുകൾ ലഭിക്കാം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 10 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റിലാണ് ജയിച്ചത് UDFിൽ നിന്നുകൊണ്ട്. രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 12 + 10 22 സീറ്റുകൾ കേരള കോൺഗ്രസുകൾക്കായി നീക്കി വയ്ക്കാൻ UDF സംവിധാനത്തിന് ഒരു വലിപ്പമില്ല. അത്രയും സീറ്റുകൾ കൊടുക്കാനില്ല. കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കേണ്ടേ അവിടെ. മധ്യതിരുവിതാംകൂറിലെ എല്ലാ സീറ്റുകളും കേരള കോൺഗ്രസിന് കൊടുക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ ആ മോഹം പൂവണിയില്ല. പക്ഷേ റെഡ്യൂസ്ഡ് നമ്പർ രണ്ടും കൂടെ ചേർന്ന് ഒരു 10, 14, 15 സീറ്റിൽ മത്സരിക്കാം എന്നൊരു ധാരണ ഉണ്ടായാൽ അത്ഭുതപ്പെടാനുമില്ല. അങ്ങനെ മുൻപ് സംഭവിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ആ ഒരു വിൻഡോ ഇപ്പോഴും ഓപ്പണാണ്. ഇപ്പോൾ UDFിൽ പ്രവേശിക്കുന്നില്ല എന്ന് മാണിപുത്രൻ കൃത്യമായി പറഞ്ഞു വെച്ചു. നാളുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് പ്രവചിക്കാൻ ആവില്ല. നോക്കൂ, UDFിനുണ്ടായ വളർച്ച, വലിയൊരു വളർച്ച, അത് ഘടകകക്ഷികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലല്ല, വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിൽ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എപ്പോഴും UDFിന് ബാലികേറാമലയാണ്, ദുർബലമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമായി 29.17% വോട്ട്, ചരിത്രത്തിലെ ഏറ്റവും അധികം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്. കോൺഗ്രസ് പിന്തുണച്ച സ്വതന്ത്രന്മാർ വേറെ. അതുപോലെ UDF സംവിധാനത്തിന് 39.7% വോട്ടാണ് കേരളത്തിൽ ലഭിച്ചത്. LDFിന് ലഭിച്ചത് 35%-അടുപ്പിച്ചുള്ള വോട്ടാണ്. 4%, 5% വോട്ട് ഷെയറിന്റെ വ്യത്യാസമുണ്ട്. കോട്ടയം ജില്ലയിലൊക്കെ അതിനേക്കാൾ കൂടുതലാണ് വോട്ട് ഷെയറിന്റെ വ്യത്യാസം. അതുകൊണ്ട് ഈ ഒരു വ്യത്യാസം തീർച്ചയായും കൂടുതൽ പ്രകടമാകാൻ സാധ്യത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ 86 സീറ്റുകളിൽ 140 അംഗ നിയമസഭയിൽ UDF തദ്ദേശത്തിന്റെ കൃത്യമായ കണക്കുകൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ലീഡ് ചെയ്യുന്നു. അത് ഒരു കൃത്യമായ സൂചനയായി കാണുകയാണെങ്കിൽ BDJS BJP ബാന്ധവം ഉപേക്ഷിക്കുന്നു എന്ന ഒരു കിംവദന്തി കുറെ കാലമായി കേൾക്കുന്നു. മാത്രമല്ല, LDFന് നഷ്ടപ്പെട്ടു പോയ ഈഴവ അടിത്തറ അത് BJPയിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് LDFന്റെ പരിഭവം. അത് തിരിച്ചു പിടിക്കാൻ, ഭാഗികമായെങ്കിലും തിരിച്ചു പിടിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയും കൂട്ടരെയും തിരിച്ചു വേണം എന്ന ചിന്ത ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെങ്കിലും അല്ല ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തെങ്കിലും ഉയർന്നത് കണ്ടു.
പക്ഷേ അതിനോടൊന്നും കാര്യമായൊരു പ്രതികരണം ഉണ്ടായതായി കാണുന്നില്ല. പക്ഷേ BDJSന് മുന്നോട്ട് പോകണമെങ്കിൽ ഇനി തീർച്ചയായും ഏതെങ്കിലും ഒരു മുന്നണിയുമായി, പ്രബല മുന്നണികളിൽ ഒന്നായ LDFനോടോ UDFനോടോ യോജിക്കേണ്ട ഒരവസ്ഥ വരും. കാരണം അധികാരമില്ലാതെ എത്ര കാലം നിൽക്കാനാണ്? കേന്ദ്രം ഏതെങ്കിലും കാരണവശാലോ രാജ്യസഭാ സീറ്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകും എന്ന പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു. ഇനി അങ്ങനെ ഒരു സാധ്യത ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളി പോലും ഇപ്പോൾ കാണുന്നില്ല. അല്ല എങ്കിൽ വ്യക്തമായ ഓഫറുകൾ കൊടുക്കാൻ കഴിയണം. പിൽക്കാലത്ത് പ്രാവർത്തികമാക്കാൻ തക്ക ജെനുവിൻ ടാഞ്ചിബിൾ ഓഫേഴ്സ് കൊടുക്കാൻ കഴിയണം. അല്ല എങ്കിൽ BDJS ഏതെങ്കിലും ഒരു മുന്നണിയിൽ, കൂടുതൽ സാധ്യത ഇടതുപക്ഷ മുന്നണിയിൽ, തൻ്റെ പിതാവ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം. വെള്ളാപ്പള്ളി നടേശൻ ഒരു ബാധ്യതയാണ് LDFന് ഒരു പരിധിവരെ. അതേസമയം തന്നെ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു പിൻബലം, ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു ഔപചാരിക SNDP യോഗത്തിൻ്റെ ഒക്കെ പിന്തുണ പേരിലെങ്കിലും LDFന് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. LDFന്റെ ശക്തമായ അടിത്തറ എക്കാലത്തും ഈഴവ സമുദായത്തിന്, കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ്, 26-27% ജനങ്ങളുള്ള കേരള ജനങ്ങളുള്ള ഈഴവ സമൂഹത്തിന്റെ വോട്ടുകൾ തീർച്ചയായും LDFനാണ് കൂടുതൽ ഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും പോൾ ചെയ്തിരുന്നത്. അതിൽ നിന്നും മാറ്റമുണ്ടാകാൻ LDF ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല BDJS. അതുകൊണ്ട് ഈ വീഡിയോയിലെ ഇതിവൃത്തം കൂടുവിട്ട് കൂടുമാറ്റങ്ങളുടെ കാലത്ത് ഈ വരുന്ന ആഴ്ചകളിൽ കൃത്യമായ സീറ്റ് വിഭജനം ഉണ്ടാകാൻ ഇത് വളരെ മുൻപ് തന്നെ ഉണ്ടാകും. കാരണം ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂഡിലായി കഴിഞ്ഞു കേരളത്തിലെ ജനത. ഒരു 4 മാസമെങ്കിലും അകലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇനി ഒരു 100 ദിവസം നിർണായകമാണ്. ഒരു 3 മാസം അല്ലെ 100 ദിവസത്തോളം നിർണായകമാണ്. ആ സമയത്ത് അതിനു മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒരുപക്ഷെ നിലവിൽ വരും. അതിനു മുമ്പ് ക്ഷേമ പദ്ധതികൾ ഏറെ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. കൂടുതൽ ജനക്ഷേമപരമായ കാര്യങ്ങൾ ഇടതുപക്ഷം അവനാടിയിലെ അവസാന അസ്ത്രവും എടുത്ത് ഉപയോഗിച്ചു എന്നിരിക്കാം. അപ്പോൾ രണ്ട് കക്ഷികളും, LDF മുന്നണിയും UDF മുന്നണിയും ഒരു എക്സ്പാൻഷനിസ്റ്റ് മോഡിലാണ്. NDA പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ അഭിമാനകരമായ നേട്ടം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പാൻ കേരള അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ആകെ 1 മാത്രമാണ് ഭൂരിപക്ഷം ലഭിച്ചത്. രാഷ്ട്രീയ പോരാട്ടത്തിൽ NDA മുന്നണിക്ക് കേവലം 14.7% വോട്ടുമായി 3ാം സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നു. പക്ഷേ BJPക്ക് സാമാന്യം തരക്കേടില്ലാത്ത ഒരു അസ്തിത്വം ലഭിച്ചു. കാരണം BJP മാത്രമാണ് ആ ഭാരം വലിക്കുന്നത്. NDA എന്ന ആ വണ്ടിയുടെ ഭാരം മുഴുവൻ വലിക്കുന്നത്, ഒറ്റയ്ക്ക് വലിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. BDJS വളരെ വളരെ ജൂനിയർ പാർട്ടികൾ, ആകെപ്പാടെ 10-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് BJPക്ക് ഏറെ കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും സീറ്റുകൾ, തിരുവനന്തപുരം ജില്ലയിലെങ്കിലും ഏതാനും സീറ്റുകൾ നേടിയെടുക്കേണ്ടതുണ്ട്. ശക്തമായ ത്രികോണ മത്സരത്തിന് അന്തരീക്ഷം കേരളത്തിൽ ആകമാനം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഡബിൾ ഡിജിറ്റിലേക്ക് 10 സീറ്റിലേക്കെങ്കിലും പോകണം എന്ന രീതിയിൽ തന്നെയാണ് BJP കച്ചമുറുക്കി രംഗത്തുള്ളത്. അതുകൊണ്ട് UDF LDF കക്ഷികളെ ഒന്നും തന്നെ BJPയിലേക്ക് ഇപ്പോൾ നിലവിൽ ആകർഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പുതിയ ഫോർമുലകൾ തേടുന്ന തിരക്കിലാണ് ഭാരതീയ ജനതാ പാർട്ടി. ഒരുപക്ഷെ അജണ്ട, സ്വർണ്ണക്കൊള്ളയും സ്വർണ്ണപ്പാളി വിവാദവും ഒക്കെ തന്നെ അജണ്ട ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താം, എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്ന് LDFും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് UDFും ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുന്നണികൾ കൂടുതൽ ക്രിസ്റ്റലൈസ് ചെയ്തു വരുന്നതിൻ്റെ ഒരു ക്രിസ്റ്റൽ ബോൾ ഗേസിംഗ് മാത്രമാണ് ഇപ്പോൾ നടത്തിയത്.